കൊല്ലം പുനലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. തമിഴ്നാട് തെങ്കാശി സ്വദേശി 38 വയസ്സുള്ള ശങ്കറിനെയാണ് കോടതി ശിക്ഷിച്ചത്. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ഇന്ദിര ബാബു എന്നിവരെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വിധി. 2023 ഏപ്രിൽ 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ പ്രമാദമായ കേസാണ്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ വിധി വന്നിരിക്കുന്നു. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. പുനലൂർ ഇരട്ടക്കൊലക്കേസിലാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശി ശങ്കറിനെയാണ് കോടതി കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 ഏപ്രിൽ 18-നാണ് ഇന്ദിരയെയും ബാബുവിനെയും തമിഴ്നാട് സ്വദേശി ശങ്കർ കൊലപ്പെടുത്തിയത്. ഏറെ പ്രമാദമായിട്ടുള്ളൊരു കേസായിരുന്നു. കേസിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി, വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീഷ്, വിശദാംശങ്ങൾ. ടോം, 2023 ഏപ്രിൽ 18-നാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പുനലൂരിലാണ്. നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകമാണ്. ഈ കേസിലാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ തെങ്കാശി സ്വദേശിയായ ശങ്കറാണ് കൃത്യം നടത്തിയത്. ശങ്കർ നിലവിൽ മറ്റൊരു കൊലക്കേസിൽ പ്രതി കൂടിയാണ്. അയാൾ ഈ വിചാരണ കാലയളവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഈ പുനലൂരിലെത്തുകയും ഈ പ്രതികൾ പുനലൂരിലെത്തുകയും ഈ കൃത്യത്തിനിരയായവർ താമസിച്ചിരുന്ന വീട്ടിലെത്തിയിട്ട് 2 പേരെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ഇന്ദിര അതുപോലെ തന്നെ ബാബു എന്നുപേരുള്ള 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് കല്ലെടുത്ത് ഇന്ദിരയുടെ തലയ്ക്ക് ഇടുകയും അതുപോലെ തന്നെ ഒരു ടൈലിന്റെ പീസ് വെച്ചിട്ട് ബാബുവിനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും 2023-ലാണ് ഈ ഒരു കേസ് നടക്കുന്നത്. കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. കോടതി ഈ പ്രതിയെ ശിക്ഷിച്ച ഇന്നാണ് ശിക്ഷ വിധിച്ചത്. ടോം, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.